നമസ്കാരം. ഞാൻ നിങ്ങളുടെ ശരത്തേമ്പതാന്റെയാണ്. ഞാൻ ഇന്ന് വന്നേക്കുന്നത് സ്പെഷ്യൽ കടി കൊണ്ടാണ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് വടയാണ്. ഇത് നമുക്ക് എളുപ്പത്തിലും പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാ ചെയ്യണതെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനലായ പഞ്ചപാകം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്ത എല്ലാ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ക്യാബേജ് വടയ്ക്ക് വേണ്ടിയ സാധനങ്ങള് ഒരു 500 ഗ്രാമുള്ള ഒരു ചെറിയ ക്യാബേജ്, ഒരു 250 ഗ്രാം കടലപ്പൊടി, ഒരു 5 to 10 ഗ്രാമോളം ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു 5 ഗ്രാം ജീരകം, 2 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ചിന് കായം, ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു 100 ഗ്രാം അരിപ്പൊടി, ക്യാബേജ് വട വറുത്തെടുക്കാൻ കുറച്ച് എണ്ണ, 2-3 കറിവേപ്പില. ആദ്യം നമുക്ക് ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്യാം. ഇതുപോലെ നടുവശത്ത് ഇങ്ങനെ മുറിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറിയ പീസുകളായി ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് നടുവശത്തുള്ള തണ്ട് വേണമെങ്കിൽ എടുത്ത് കളയാവുന്നതാണ്. ഇതുപോലെ ചെറിയ പീസുകളായി ചെയ്യണം. ചെറുതായി സ്ലൈസ് ചെയ്ത ക്യാബേജിനെ നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ബേസിനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാളം കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത കായത്തിന് കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിന് നമുക്ക് ഇതിൽ ക്യാബേജിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോ കൂടുതലൊന്നും വെള്ളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് സാധാരണമായിട്ട് കൈകൊണ്ടാണ് ഇത് മിക്സ് ചെയ്യാറ്. വേണമെങ്കിൽ തവിയൊക്കെ ഉപയോഗിക്കാം. കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലോണം മിക്സായി കിട്ടും. നമുക്ക് ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ചെറുതായി സ്ലൈസ് ചെയ്ത ഇഞ്ചി, ജീരകം, ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സവാളയുടെ വെള്ളം ഇതുപോലെ വിട്ടു വരുന്നുണ്ട്. നമുക്ക് അധികമൊന്നും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് നമുക്ക് കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കടലപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. അടുത്തായിട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മുളക് പൊടി ചേർത്തിട്ടില്ല. വേണമെങ്കിൽ പച്ചമുളക് അല്ലാതെ മുളക് പൊടി കൂടി ഉപയോഗിക്കാം. നമുക്ക് മാവ് ഇതുപോലെ കയ്യിൽ ഉണ്ട കൂട്ടാൻ പാകത്തിന് എത്തണം. ഇപ്പൊ നമ്മുടെ
നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഉള്ളി എടുത്തിട്ട് ഇതിലോട്ട് എണ്ണ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട് മാവ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ട കിട്ടാം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരിപ്പുവടയുടെ പോലെ പ്രസ് ചെയ്യാം. ഇല വേണമെങ്കിൽ ഇല ഉപയോഗിക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ കൈമുക്കി കഴിഞ്ഞാൽ നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. നാലഞ്ചെണ്ണം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പാത്രത്തിലോട്ട് മാറ്റാം. ക്യാബേജ് വട നമുക്ക് എളുപ്പത്തിലും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. വൈകിട്ട് ചായക്കൊക്കെ നല്ല സ്വാദായിരിക്കും ഇത് കൂട്ടാൻ. നമ്മുടെ പരിപ്പ് വട പോലെയുള്ള വടയാണ്. ഒന്ന് വീട്ടിലെല്ലാവരും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി, ക്യാബേജ് വട. നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. നന്ദി, നമസ്കാരം.